ഹലോ ഗായ്സ്, ആദർശ് ബാക്കി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു സിനിമ കണ്ടു. നിങ്ങൾക്കറിയാം, നമ്മളേറെ കാത്തിരുന്ന ആസിഫ് അലി നായകനായ, അപർണ ബാലമുരളി നായികയായ, ആൻഡ് ഓഫ് കോഴ്സ് മൈ ഫേവററ്റ് ഡയറക്ടർ ജീത്തു ജോസഫ്. ഞാനൊരു ഹാർഡ് കോഡ് ഫാനാണ്. ജീത്തു ജോസഫിൻ്റെ ഹാർഡ് കോഡ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരുടെ ലൈഫ് ഓഫ് ജോസുട്ടി ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് ബാക്കി എല്ലാ പടങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിട്ടുണ്ട്. അത് മറ്റൊന്നും എനിക്ക് കണക്റ്റ് ആയിട്ടില്ല, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മിസ്റ്ററി ത്രില്ലർ ഈ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ഡയറക്ടറാണ് ജീത്തു ജോസഫ്. കാരണം എന്താണെന്നാൽ, നമ്മൾ മറ്റേ സാഗരയിലെ എസ് ജാക്കിയുടെ ഡയലോഗില്ലേ, നമ്മൾ ചിന്തിച്ച് തീരുന്നിടത്ത് അദ്ദേഹം ചിന്തിച്ച് തുടങ്ങും. അതാണ് ജീത്തു ജോസഫിൽ ഞാൻ കാണുന്ന ഒരു ഒരു എന്താ പറയുക, ടാലൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ദൃശ്യം 1, ഓക്കെ, അതങ്ങനെ കൊണ്ട് നിർത്തുന്നു, ആ ക്ലൈമാക്സിലെ സംഭവം വരുന്നു നമുക്കറിയില്ല. 2 ദൃശ്യം 2 നമ്മൾ ചിന്തിച്ചെന്താ, ദൃശ്യം 2 ദൃശ്യം കഴിഞ്ഞു, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കൊരു കഥയില്ല എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷെ നമ്മൾ ചിന്തിച്ചിരുന്നിടത്ത് അങ്ങേര് ചിന്തിച്ച് തുടങ്ങി. ദൃശ്യം 2 വന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ മെമ്മറീസ് ഒരു രക്ഷാത്തപ്പെട സീറ്റ് എഡ്ജിലിരുന്ന് കണ്ട് എന്താ പറയുക, ഭയങ്കര ത്രില്ലർ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മൂന്നും പ്രതീക്ഷിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കാരണം അതായത് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പടങ്ങളെല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു പ്രൊഡക്റ്റ് ഇതിലില്ല. ഞാൻ ഈ പടം മോശമാണെന്നല്ല പറയണേ, മേ ബി ഇറ്റ്സ് എ ആവറേജ് ഫിലിം. ഇനി ഫോർ മീ ഇറ്റ്സ് എ ആവറേജ് ഫിലിം. മേ ബി അത് എക്സ്പെക്റ്റേഷൻ കൊണ്ടാവാം, പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്തേ ഇതിൽ സസ്പെൻസ് ഇല്ലേ, ട്വിസ്റ്റ് ഇല്ലേ, ടേൺ ഇല്ലേ? എൻ്റെ ഗഡിയോള ഇതിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഉണ്ട്, ടേൺ ഉണ്ട്, അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയണത്, ഈ സാധനങ്ങളൊക്കെ നമ്മളായിട്ടൊരു കണക്ഷൻ വരണം, അല്ലെങ്കിൽ നമുക്കൊരു ഫീൽ വരണം. വാവ് ഫാക്ടർ, അതാണ് വാവ് ഫാക്ടർ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. നോർമലി നമ്മൾ കണ്ട കഥ തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന സിനിമേനെ പറയാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാലും ഫസ്റ്റ് ഹാഫ് നമുക്ക് ബജ്ജിയും ചായയൊക്കെ കഴിക്കാനുള്ള ഒരു ഹാഫ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഒരു ഫ്ലാറ്റായിട്ട് തോന്നി. ഭയങ്കര എന്താ പറയുക, ഒരു എനക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നൊരു സിനിമ. പക്ഷേ അങ്ങനെ തന്നെയാണ് എനിക്ക് ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് സൂപ്പർ. ഫസ്റ്റ് ഹാഫ് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. കാരണം ഇത്തിരി സ്പീഡ് കൂടും, ഇത്തിരി കാര്യങ്ങൾ കൂടും, അല്ലാണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ, മേ ബി ഈ വരുന്ന എല്ലാ പ്രേക്ഷകർക്കും ജിത്തു ജോസഫിനോടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഈ വന്ന് പടം കാണുക. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ആ ഒരു വൗ ഫാക്ടർ, ആ ഒരു സാധനങ്ങളൊക്കെ എവിടേക്കോ മിസ്സിങ് ആണ് ഈ സിനിമയിൽ. ബട്ട് ഡെഫിനറ്റ്ലി അവസാനത്തെ ഒരു സംഭവങ്ങളൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ജിത്തു ജോസഫിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങേരെ ഈ മറ്റേ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ്. ഇങ്ങനെ കൊളത്തി കഴിഞ്ഞാൽ ഫിനിഷിങ്ങിൽ എത്തുമ്പോൾ പടപടപടാന്ന് പറഞ്ഞാൽ പൊട്ടും. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ ഫിനിഷിങ് ആകുമ്പോൾ നമ്മളെ സീറ്റ് എഡ്ജിൽ കൊണ്ടിരുത്തുന്നതെങ്കിലും അതിന് മുമ്പുള്ള ടൈമിൽ നമുക്ക് ഒന്നും ആ ഒരു അതിന് മുമ്പ് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു എയിമില്ലാണ്ടായി പോയ പോലെ തോന്നുന്നു. അത് മേ ബി ആ ഡയറക്ടറോടുള്ള നമ്മൾക്കുള്ള എക്സ്പെക്റ്റേഷൻ കൊണ്ടാവണം അങ്ങനെ സംഭവിച്ചത്. ഓഫ് കോഴ്സ് നമ്മുടെ ആക്ടേഴ്സും ആക്ട്രസും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആസിഫ് അലി, അപർണ ബാലമുരളി, ഇവരുടെ എല്ലാം ടാലൻറ്റ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കതിൽ കയറിയൊന്നും പറയാനില്ല, കാരണം അഭിനയം അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെന്തുകൊണ്ടാണ് ജിത്തു ജോസഫിന് ഇത്ര പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും മൂപ്പരിലാണ്. ചിലപ്പോൾ ജിത്തു ജോസഫിൻ്റെ പടത്തിന് മാത്രമാവും ഒരു പടത്തിന് ആ എഫക്റ്റ് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഡയറക്ടറിനെ കുറ്റം പറയുന്ന ഒരു സംഭവം. ഞാൻ കുറ്റം പറയില്ല, ആൻഡ് ഇറ്റ്സ് നിങ്ങൾക്കൊരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ജിത്തു ജോസഫിന് മുമ്പത്തെ സിനിമകളൊന്നും മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോയി കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നല്ലൊരു സിനിമയായിട്ട് ഫീൽ ചെയ്യും. ഞാനതിന് മോശം പടമല്ല, ഫോർ മീ ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. ആൻഡ് ഇനി ഐ എം വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3. നമ്മൾ ഓഫ് കോഴ്സ് അതൊരു ത്രില്ലറല്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്കെല്ലാവർക്കും അതിലൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ ഇനി അടുത്ത സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും